മരണത്തേക്കാൾ വശ്യമായിട്ടൊന്നുമില്ല. ശ്വാസം മുട്ടിച്ചു കൊന്നു, ബക്കറ്റ് പിടിച്ചു മുക്കും, ഇങ്ങനെയൊക്കെയുള്ള ഈ കേസൊക്കെ നമ്മൾ മനസ്സിനെ അങ്ങ് മതിച്ചു കളയും. ചിലപ്പോൾ ചിത്തമാണ് ഈ കുഴപ്പം മുഴുവൻ ഉണ്ടാക്കുന്നത്. ഒരു മാന്ത്രികൻ ആയിട്ടുള്ള ഒരാൾക്ക് ഭയം ഉണ്ടാവാൻ പാടില്ല. ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡിന്റെ അത്ര പോലും എടുക്കാതെ അത് പോകും. ഏറ്റവും അധികം ഊർജ്ജമുള്ള സ്ഥലങ്ങളിലൊന്ന് ശ്മശാനമാണ്. പറഞ്ഞറിയിക്കാനാവാത്ത ആനന്ദം ഉണ്ടാവുന്ന തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഭയത്തെ ജയിക്കാൻ വേണ്ടിയിട്ടാണ് ശ്മശാനത്തെ ആശ്രയിക്കുന്നത്. അവരെ വിഘടിപ്പിച്ചിട്ട് പ്രകാശമായിട്ട് ലയിപ്പിക്കാനും പറ്റും. ശ്മശാന ഭസ്മം നെറ്റിയിൽ പൂശി, അങ്ങനെയൊക്കെയാണ് അവരുടെ ധ്യാനം തന്നെ. നമ്മളിലേക്ക് നമ്മൾ സ്വയം ചുരുങ്ങുന്നൊരവസ്ഥ നമുക്കുണ്ടാവും. അപ്പൊ ജീവിച്ചിരിക്കുന്ന കാലത്ത് ചിത്തം ശൂന്യതയിൽ ഉറച്ചു പോയാൽ അയാൾ യോഗീശ്വരനാണ്. തിരുവനി നമസ്കാരം. തിരുവനി, ഇന്ന് നമ്മുടെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ധാരാളം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയത്തെ പറ്റിയാണ് ചോദിക്കാനുള്ളത്. ശ്മശാനത്തോട് ബന്ധപ്പെട്ട് കിടക്കുന്ന സാധനങ്ങൾ, അത് ഇപ്പോൾ പലരും ചെയ്യാൻ ശ്രമിക്കുന്നതായിട്ടും ഇല്ല അതൊക്കെ ദുർമന്ത്രവാദമാണ്, അപകടം പിടിച്ച ഒന്നാണ്, ഇങ്ങനെ പലതരത്തിലും കേൾക്കുന്നുണ്ട്. അതിനെപ്പറ്റി ഞങ്ങൾക്കൊന്ന് പറഞ്ഞുതരാം. ഭാരതീയമായിട്ടുള്ള തന്ത്രവിധാനത്തിൽ ഏറ്റവും അധികം ഊർജ്ജമുള്ള സ്ഥലങ്ങളിലൊന്ന് ശ്മശാനമാണ്. ശ്മശാന സാധന പല സമ്പ്രദായങ്ങൾക്കും പല രീതിയിലാണ് ചെയ്യുന്നത്. ഞങ്ങളൊക്കെ ഫോളോ ചെയ്യുന്ന ഒരു സമ്പ്രദായമുണ്ട്. അതിനെ പറ്റിയിട്ട് മാത്രമേ എനിക്ക് ആധികാരികമായിട്ട് പറയാൻ പറ്റുള്ളൂ. മനസ്സിലായി. എന്നുവെച്ചാൽ ഈ ഏറ്റവും വലിയ ഭയം എന്താണ്? മരണഭയമാണ്. ഏറ്റവും വലിയ ഭയമായിട്ടുള്ള മരണത്തെ ജയിക്കണമെങ്കിൽ നിങ്ങൾ മരണം നടന്ന സ്ഥലത്തുകൂടി മരണശേഷമുള്ള കാര്യങ്ങളിലൂടെ കടന്നു പോകണം. അപ്പം ശ്മശാനത്തിൽ നമ്മൾ ചെല്ലുമ്പോൾ നമ്മളിലേക്ക് നമ്മൾ സ്വയം ചുരുങ്ങുന്നൊരവസ്ഥ നമുക്കുണ്ടാവും. അതിനു വേണ്ടിയിട്ടാണ് ശ്മശാന സാധന ആദ്യം ചെയ്യുന്നത്. ശ്മശാനത്തിൽ പോയി ഇരിക്കുക. അപ്പോഴാണ് ഈ ലോകത്തിന്റെ നിരർത്ഥകത എന്താണെന്നുള്ളതും ഒക്കെ നമുക്ക്, കാരണം എത്ര തലത്തിൽ എത്ര വലിയ ആളാണെങ്കിലും ആ ശ്മശാനത്തിൽ വന്ന് എരിഞ്ഞടങ്ങാനായിട്ട് അധികം നിമിഷം വേണ്ടെന്നും, ഇത് കഴിയുന്നതോടുകൂടി ആൾ ഭൂമിയിൽ ഉണ്ടായിരുന്നതായിട്ടുള്ള എക്സിസ്റ്റൻസ് എല്ലാം അവസാനിക്കുകയാണെന്നും, ശ്മശാനം വരെയേ ഉള്ളൂ ഏറ്റവും അടുത്ത ബന്ധുക്കൾ, ഭാര്യ ആയാലും മക്കളായാലും ശ്മശാനം വരെയേ ഉള്ളൂ. അപ്പോൾ അതുവരെ നമുക്ക് ബോധ്യപ്പെടുത്തുന്ന ഒന്നാണ് ശ്മശാനം എന്ന് പറയുന്നത് സ്ഥലം. അതായത് മനസ്സ് അടങ്ങി 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 വരും. ഈ യോഗാവസ്ഥയിലേക്ക് പോകാൻ എളുപ്പമാണ് ശ്മശാനത്തിൽ. അത്തരത്തിലാണ്. അതുകൊണ്ടാണ് ശ്മശാന സാധനയെ ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഗതിയായിട്ട് കണക്കാക്കുന്നത്. അപ്പോൾ ആ സാധനയുടെ ആദ്യഘട്ടത്തിൽ മരണഭയത്തെ ജയിക്കാൻ, പിന്നെ ഈ ഭൂതപ്രേത പിശാച വർഗങ്ങളൊക്കെ അതിലൊക്കെയുള്ള ഭയം, ഒരു മാന്ത്രികൻ ആയിട്ടുള്ള ഒരാൾക്ക് ഭയം ഉണ്ടാവാൻ പാടില്ല. ഭയമായി കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ ഇയാൾ ഇത് കൈകാര്യം ചെയ്യും? അപ്പം ഭയത്തെ ജയിക്കാൻ വേണ്ടിയിട്ടാണ് ശ്മശാനത്തെ ആശ്രയിക്കുന്നത്. അത് വളരെ ദീർഘകാല സാധനയൊക്കെ ചെയ്യുന്നവരുണ്ട്, വർഷങ്ങളോളമൊക്കെ തപസ് ശ്മശാനത്തിൽ ചെയ്യുന്നവരുണ്ട്. അത്രയ്ക്കൊന്നും അല്ലെങ്കിലും കുറച്ചു കാലം ഒക്കെ ശ്മശാനമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ എനിക്കും പറ്റിയിട്ടുണ്ട്. അപ്പം എന്താ സംഗതി വെച്ചാൽ, ഈ ആദ്യകാലത്ത് ഈ ഭയത്തെ ജയിക്കാൻ വേണ്ടിയിട്ട് നമ്മളിത് ചെയ്യുകയാണെങ്കിൽ രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുന്നത് മനസ്സിനെ അടക്കാൻ വേണ്ടിയിട്ട്, നമ്മുടെ മനസ്സിനടക്കം സാധന ചെയ്യാൻ വേണ്ടി തന്നെ ശ്മശാനത്തെ ആശ്രയിക്കും. ആദ്യം പോയി ഇരിക്കുമ്പോൾ വെറുതെ ഇരുന്നാൽ മതി. നമ്മൾ ജപിക്കുമൊന്നും ഇല്ല, നമ്മളുടെ പദ്ധതിയിലൊന്നും അങ്ങനെ ദീർഘകാലം അവിടെ ജപിച്ചോണ്ടിരിക്കലൊന്നും അല്ല. അവിടെ പോയി വെറുതെ ഇരിക്കുക, സ്ഥലത്ത് പോയി ശ്രദ്ധിച്ചോണ്ടിരിക്കുക, അത്രേ ഉള്ളൂ. രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുന്നത് അവിടെ ഇരുന്ന് അനുഷ്ഠാനം ചെയ്യുക. അപ്പൊ അതിന് ഒരുപാട് പദ്ധതികളൊക്കെ ഉണ്ട്. ഞാനത് വളരെ വിശദമായിട്ട് പറയുന്നില്ല, കാരണം കുറച്ച് പറയുന്നതിന് എനിക്ക് റെസ്ട്രിക്ഷൻ ഉണ്ട്. എല്ലാ കാര്യങ്ങളും നമുക്ക് ഓപ്പൺ ആയിട്ട് ഇതുപോലെ ഒരു പോഡ്കാസ്റ്റിൽ ഇരുന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന സംഗതികളല്ല. നിശ്ചിത ഒരു ബലം ആർജിച്ചു കഴിഞ്ഞാൽ, ശ്രദ്ധ പരയിലേക്ക് എത്തിയാൽ, അതായത് നമ്മൾ ഈ കുണ്ടലിനി സഹസ്രാരത്തിലേക്കുള്ള ഒരു പ്രയാണം തുടങ്ങുന്നതിന് മുൻപ് തന്നെ മനസ്സ് ആ പ്രയാണം തുടങ്ങും. അപ്പൊ മനസ്സ് എപ്പോഴാണോ രുദ്രഗ്രന്ഥിയെ ഭേദിച്ചിട്ട് പോകുന്നത്, ആ സമയം മുതൽ നമുക്ക് പറ്റുന്ന ഒരു സംഗതിയാണ് മുക്തി കൊടുക്കാൻ പറ്റും. അല്ലെങ്കിൽ മുക്തിയുടെ പാതയിലേക്ക് ഒന്നിനെ മാറ്റാൻ പറ്റും, മറ്റൊന്നിനെ മാറ്റാൻ പറ്റും. അപ്പൊ ഗതിയില്ലാതെ നിൽക്കുന്ന അവസ്ഥയിൽ വന്നിരിക്കുന്ന ആളുകൾ, മരണശേഷം ഗതി കിട്ടാതെ നിൽക്കുന്നവര്, അവരെയൊക്കെ ഒരു വൈൽഡ് കാർഡ് എൻട്രി കൊടുത്ത് നമുക്ക് ആ പദ്ധതിയിലേക്ക് കൊണ്ടുവരുന്ന പോലെ നമുക്ക് അവരെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും. അവരെ നമുക്ക് മുക്തിയുടെ പാതയിലേക്ക് കൊണ്ടുവരാം. ചിലവരെയൊക്കെ നമുക്ക് പരയിൽ നിന്നുകൊണ്ട് തന്നെ, നമ്മളുടെ മനസ്സിനെ പരയിൽ നിർത്തിക്കൊണ്ട് തന്നെ അവരെ വിഘടിപ്പിച്ചിട്ട് പ്രകാശമായിട്ട് ലയിപ്പിക്കാനും പറ്റും. നമ്മൾ അവിടുന്ന് ഒരു കമാൻഡ് കൊടുത്താൽ അത് വിഘടിച്ച് പ്രകാശമായിട്ട് ലയിച്ചു. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് അവരുടെ പുണ്യത്തെ നമ്മളിൽ നിക്ഷേപിച്ചിട്ടാണ് അവർ പോകുന്നത്. നമ്മുടെ സാധനാബലം കൊണ്ടാണ് അത് ചെയ്യുന്നത്. സാധനാബലം കൊണ്ടാണ് ചെയ്യേണ്ടത്. ചെയ്യുമ്പോൾ സാധനാബലം നഷ്ടപ്പെടുകയും ചെയ്യും. എന്നാൽ അത് നമ്മൾ സക്സസ്ഫുൾ ആക്കി കഴിഞ്ഞാൽ
അതിന്റെ 100 ഇരട്ടി ബലം തിരിച്ചു കിട്ടുകയും ചെയ്യും. നമ്മൾ സാധാരണ ഒരു തിലഹോമം സായുജ്യ പൂജയൊക്കെ കഴിച്ച് ലയിപ്പിക്കുന്ന പോലെ തന്നെ അതൊന്നും കൂടാതെ ഒരു നല്ല സാധകൻ ലയിപ്പിക്കാൻ പറ്റും. ഇതൊന്നും ചെയ്യാതെ തന്നെ ചെയ്യാനും പറ്റും. അപ്പൊ അങ്ങനെ ചെയ്യാൻ സാധിച്ചാൽ ഈ മുക്തിയായി പോകുന്ന ആളുകളില്ലേ അവർ നമ്മളിലേക്ക് അവരുടെ ബാക്കിയുള്ള പുണ്യത്തെ നിക്ഷേപിച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ അത് പിന്നീട് നമുക്ക് ഒരു അസറ്റായിട്ട് നമ്മുടെ ബലത്തെ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ 3 ഘട്ടം ഈ ശ്മശാന സാധനയ്ക്കുണ്ട്. അതിൽ ഈ 3rd ഫേസിൽ 3ാമത്തെ ഘട്ടത്തിൽ സാധന ചെയ്യുന്നവർ വളരെ കുറവാണ്. കാരണം അത് ചെയ്യണമെങ്കിൽ നമ്മൾ ഈ ആദ്യത്തെ 2 ഘട്ടം കഴിഞ്ഞു പോയാൽ മാത്രം പോരാ, നമ്മുടെ തപസ് കൂടി അതിനു വേണ്ടിയിട്ട് ലയിപ്പിക്കാനുള്ള ശേഷി ഉണ്ടാവണം. പിന്നെ നമ്മൾ ചെയ്തിരുന്ന ഇപ്പൊ ഈ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളുടെ ക്രിയയായിട്ട് തന്നെ കുറെ കാലം ചെയ്തിട്ട് ശീലവും വേണം. എന്താണ് നമ്മൾ സങ്കല്പം കൊണ്ട് ചെയ്യാൻ പോകുന്നത്, ആ സങ്കല്പം കൊണ്ട് ചെയ്യുന്നതിന് ഭൗതികമായിട്ട് കുറെ കാലം ചെയ്താൽ മാത്രമേ ഈ സങ്കല്പത്തിന് ബലം ഉണ്ടാവുള്ളൂ. മനസ്സിലായി. അപ്പൊ എനിക്ക് വ്യക്തമായിട്ട് അറിയാത്ത ഒരു സാധനത്തിന് എനിക്ക് സങ്കല്പിക്കാൻ പറ്റില്ല. അപ്പം നന്നായിട്ട് എനിക്ക് അറിയാവുന്ന ഒരു ക്രിയയാണ് എനിക്ക് സങ്കല്പിക്കാം. അപ്പം നമുക്ക് എന്ത് കാര്യവും ഈ വിഷയം തന്നെയല്ല, എന്ത് കാര്യത്തിലും വ്യക്തമായിട്ട് അറിയാവുന്ന ഒന്ന് മാത്രമേ നമുക്ക് സങ്കല്പത്തിലൂടെ കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. അപ്പം അങ്ങനെ ചെയ്ത് ഈ മുക്തിയെ കൊടുക്കാനായിട്ട് മുക്തി മാർഗമാണിത്. അല്ലാതെ നമ്മൾ കൊടുക്കുമ്പോൾ മോക്ഷം ഉണ്ടാവുമെന്നൊന്നും അങ്ങനെയൊന്നും വിശ്വസിക്കാൻ പറ്റില്ല. പക്ഷെ മുക്തിയുടെ മാർഗം എന്താണോ ആ മാർഗത്തിലേക്ക് ഈ ട്രെയിനൊക്കെ ട്രാക്കിലേക്ക് വരുന്ന പോലെ ആ ട്രാക്കിലേക്ക് നമുക്ക് വിടാം. പിന്നീട് അത് എങ്ങനെയാണെന്ന് വെച്ചാൽ അതിന്റെ പൂർവ്വജന്മ അല്ലെങ്കിൽ അതിന്റെ കർമ്മപ്രാരബ്ധം അനുസരിച്ച് അത് പോയിക്കൊണ്ടിരിക്കും. തിരുമേനി, ഇതിനകത്ത് എന്തെങ്കിലും പ്രതിരോധമായിട്ട് നെഗറ്റീവായിട്ട് വരുന്ന കാര്യങ്ങൾ ഈ സാധകന് സംഭവിക്കും? ആദ്യഘട്ടങ്ങളിലൊക്കെ വളരെ ശ്രദ്ധിക്കണം. നമ്മൾ ഈ ഒട്ടും എക്സ്പോസ് ചെയ്ത് നമ്മളല്ലേ ഗുരുവിന്റെ കൂടെയാണ് സാധാരണ ശ്മശാന സാധനയൊക്കെ അനുഷ്ഠിക്കുന്നത്. ഗുരുവിന്റെ നിർദ്ദേശപ്രകാരം മാത്രമേ കൃത്യമായ ഉപദേശത്തെ തന്നെ ചെയ്യണം. പിന്നെ ഈ പറഞ്ഞല്ലോ ഡാഗിനി ഹാഗിനി മുതലായിട്ടുള്ള മൂർത്തികളുടെയൊക്കെ സാന്നിധ്യമുണ്ട്, ചില ദേവതകളുടെയൊക്കെ സാന്നിധ്യമുണ്ട് ശ്മശാനത്തിൽ. പക്ഷെ വലിയ സിദ്ധിയെ കൊടുക്കാൻ ശേഷിയുള്ളവരാ. അപ്പം അതുമായി നമ്മൾ ഇന്ററാക്ട് ചെയ്യാതെ വേണം ചെയ്യാനായിട്ട്. അപകടമാണോ ഇന്ററാക്ട് ചെയ്താൽ? വളരെ ബുദ്ധിമുട്ടാണ്. ഒരു പേടി, ശ്മശാനത്തിൽ നിന്നൊക്കെ ഒരു പേടി നമുക്ക് തട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് ജീവിതകാലം മുഴുവൻ, ആ മരണം വരെയും മരണശേഷം അത് അടുത്ത ജന്മത്തിൽ ക്യാരി ഫോർവേഡ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. അതുപോലെ അപകടം ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് സൂക്ഷിച്ചു വേണം കൈകാര്യം ചെയ്യാൻ. പറയുന്നത് കേട്ടോണ്ട് എല്ലാവരും നാളെ മുതൽ പോയി ശ്മശാനത്തിൽ പോയി ഇരിക്കാനല്ല മനസ്സിലായി പറഞ്ഞത്. എത്രക്കാരാണ് ഈ സാധനയിൽ ഏർപ്പെടേണ്ടത്? ഇത് സമ്പ്രദായം അനുസരിച്ചിട്ടാണ്. ഗുരുവിന്റെ രാജയോഗ സമ്പ്രദായക്കാർക്കൊന്നും ഇതില്ല പൊതുവെ. ഇതൊരു ശൈവ സമ്പ്രദായക്കാർക്ക് അങ്ങനെയുള്ള അഘോര സമ്പ്രദായം അങ്ങനെയൊക്കെ വരുന്ന പ്രത്യേക പദ്ധതികളുണ്ട്. ഇത് ചെയ്യുന്നവരൊക്കെ അഘോരികളാണോ അതോ? അല്ല, ഒന്നുമല്ല, വെറുതെ വാശിയോഗക്കാർ ചെയ്യാറുണ്ട്. പിന്നെ തമിഴ് ശൈവത്തിന്റെ ശ്മശാന സാധനം ഒരുവിധം എല്ലാ താന്ത്രിക പദ്ധതികളിലും ഉള്ളതാണ്. എല്ലാവർക്കും അത് ചെയ്യണമെന്നൊന്നുമില്ല. ഇതിനെപ്പറ്റിയുള്ള ധാരണ എല്ലാവർക്കും ഉണ്ട്. ഈ ശ്മശാനത്തില് ശരീരത്തിന്റെ മുകളില്, കോപ്സിന്റെ മുകളിൽ ഇരുന്ന് ചെയ്യുന്ന പോലെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതിൽ എത്രത്തോളം സത്യമുണ്ട്? സത്യത്തിൽ ഈ ശവാസനം എന്ന് പറയുന്നത് ശവത്തിന്റെ മേളിലിരിക്കുന്ന ഒരു ആസനമായിട്ടാണ് പൊതുവെ എല്ലാവരും വിചാരിച്ചിരിക്കുന്നത്. വാസ്തവത്തിൽ അതല്ല. ശവാസനം എന്ന് പറയുന്നത് യോഗാസനത്തിലെ ശവാസനം തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അത് തന്നെ ഉദ്ദേശിക്കുന്നത്. അതല്ല, മുകളിലിരുന്നല്ല ചെയ്യുന്നത്. മുകളിലിരുന്ന് ചെയ്താൽ ഒരു പക്ഷെ ഈ പറഞ്ഞ പോലെ ഭയത്തേക്ക് ജയിക്കാൻ പറ്റിയേക്കും. പക്ഷെ അതിന്റെ ഉദ്ദേശം ശവാസനം എന്നുള്ള വാക്കവിടെ ഉദ്ദേശിക്കുന്നത് ശവത്തിന്മേൽ ഏറുക എന്നുള്ള അല്ല. ഏതൊക്കെ മൂർത്തികളാണ് പ്രധാനമായിട്ട് ശ്മശാനത്തില്? നമ്മൾ കാളി, ഭൈരവൻ അങ്ങനെ പലതും കേട്ടിട്ടുണ്ട്. ഏതൊക്കെ മൂർത്തികളാണ് സാധാരണ ഒരു സാധകൻ അവിടെ സംശയിക്കുക? ധൂമാവതി പ്രധാനപ്പെട്ട മൂർത്തി. പിന്നെ ശ്മശാന രുദ്രനുണ്ട്. ശ്മശാന കാളി എന്ന് പറഞ്ഞ പ്രത്യേക മൂർത്തിയുണ്ട്. പിന്നെ കാളിയുടെ എല്ലാ ഉഗ്രസാധനങ്ങളും ചെയ്യാൻ പറ്റും. ഈ ധൂമാവതിയുടെ ക്ഷേത്രങ്ങളിൽ നമ്മൾ സാധാരണ ഭക്തർ പോവുക തന്നെ ഇല്ല എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ ശ്മശാനത്തിൽ ആരാധിക്കുന്ന ആ അമ്മയുടെ അടുത്തേക്ക് പോകരുതെന്ന് പറയുന്ന? ഈ മരണദേവത കൂടിയാണ് ധൂമാവതി. അതുകൊണ്ടാണ്. മരണദേവതയും കൂടിയാണ് ധൂമാവതി. ശ്മശാന ഭസ്മം നെറ്റിയിൽ പൂശി അങ്ങനെയൊക്കെയാണ് അവരുടെ ധ്യാനം തന്നെ. അപ്പം ഈ ഏറ്റവും നന്നായിട്ട് വശ്യം ചെയ്യാൻ പറ്റുന്നത് ഈ ധൂമാവതിയെ കൊണ്ടാണ്. മരണത്തിന്റെ ദേവതയായിക്കൊണ്ട് തന്നെ ആണ്. അത് നമ്മളെ ഒരു ഐറോണിയാണത്. ഏറ്റവും മരണത്തിന്റെ ദേവതയാണ്, ഏറ്റവും ഭയപ്പെടുത്തേണ്ട ദേവത. അങ്ങനെയുള്ള രൂപങ്ങളൊന്നുമല്ല. ധൂമാവതിയെ കൊണ്ടാണ് വശ്യം ഏറ്റവും പെട്ടെന്ന് ഫലിക്കുന്നത്. അതിന് കാരണം എന്ന് വെച്ചാൽ മരണത്തേക്കാൾ വശ്യമായിട്ടൊന്നുമില്ല. മുക്തിയാണ് നമ്മുടെ പ്രധാന. മരണത്തിനോളം വശ്യമായതൊന്നുമില്ല. അത് അറിയണമെങ്കിൽ നിങ്ങൾ ബെഡ് റിട്ടൺ ആയിട്ട് 10 കൊല്ലമായിട്ട് കിടക്കുന്ന ആളോട് ചോദിക്കണം. വളരെ വലിയ ആഗ്രഹമായിരിക്കും. അതുകൊണ്ടാണ് തിരുവനി നമ്മളിപ്പോ ശ്മശാന സാധന ചെയ്യുന്ന കാര്യം പറഞ്ഞല്ലോ. നമ്മുടെ നാട്ടില്, കേരളത്തില് ഇപ്പോ സാധാരണ ഒരു ഗ്രാമത്തിൽ ഒരു ശ്മശാനം എന്നുള്ള ഉണ്ടായിരുന്നത് ഇപ്പൊ അത് കുറഞ്ഞു ഇല്ലാതാവുന്ന അവസ്ഥയിലേക്ക് വന്നു. ഇലക്ട്രിക് ശ്മശാനങ്ങളാണ്.
ഇത് നമ്മളുടെ ആത്മീയമായ തലത്തെ, നമ്മുടെ മലയാളികളിൽ തന്നെ പരക്കെയുള്ള ആത്മീയമായ തലത്തെ ബാധിക്കുന്നുണ്ടോ ഈ ശ്മശാനങ്ങൾ ഇല്ലാതാവുന്നത്? നമുക്ക് ഈ മരണ രഹസ്യങ്ങളിൽ അറിയാത്ത, അല്ലെങ്കിൽ അതിൻ്റെ തിരിച്ചറിവുകളില്ലാത്തൊരു ജനത ഇവിടെ ഉള്ളത്, അത് നമ്മളെ ബാധിക്കുന്നുണ്ടോ? അങ്ങനെ ആത്മീയമായിട്ട് ബാധിക്കുന്ന ഒരു കാര്യമാണ്. ഇതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് നമ്മളുടെ ഭൂമിക്ക് ഉണ്ടാകുന്ന മാറ്റമാണ്. അതായത് മനുഷ്യർക്ക് വീട് വെച്ച് താമസിക്കാനായിട്ട് അനുവാദമുള്ളത് കൃഷിഭൂമിയിലാണ്. അപ്പോൾ ഒരു ശ്മശാനത്തിൽ നമ്മൾ കൊണ്ടുപോകുന്നതിന് പകരം ഒരു ശവദാഹം നടത്തുന്നത് അവനവൻ്റെ പ്രോപ്പർട്ടിയിൽ പുരയിടത്തിലാണെന്ന് വെക്കുക. അങ്ങനെയാണെങ്കിൽ ഈ പുരയിടത്തിന് സഞ്ചയനകർമ്മം ആവശ്യമാണ്. പുരയിടത്തിന് തന്നെ സഞ്ചയനം എന്ന് പറയുന്നത് പുരയിടത്തിനാണ്, അല്ലെങ്കിൽ ആ പ്രോപ്പർട്ടിക്കാണ് സഞ്ചയനം, അല്ലാതെ മരിച്ച ആൾക്കല്ല സഞ്ചയനം ചെയ്യുന്നത്. സഞ്ചയനത്തിലൂടെ ഭൂമിയെ പ്രോസസ്സ് ചെയ്തിട്ട് വീണ്ടും കൃഷിഭൂമിയാക്കാണ്. അതുകൊണ്ടാണ് ഈ ചേമ്പ് നടുന്നതും വാഴ നടുന്നതും തെങ്ങ് വെച്ച് പിടിപ്പിക്കുന്നതും ഒക്കെ ആ സമയത്ത് ചെയ്യുന്നത്, നവധാന്യം വിതയ്ക്കുന്നതും ഒക്കെ ചെയ്യുന്നത് ഈ ഭൂമിയെ തിരിച്ച് കൃഷിഭൂമിയാക്കാനായിട്ടാണ്. അപ്പോൾ അത് വൃത്തിയായിട്ട് നടക്കുന്നില്ല എന്ന് വയ്ക്കുക, ഭൂമിക്ക് എന്ത് സംഭവിക്കും? ഭൂമി ശ്മശാന ഭൂമിയായി മാറും. അപ്പോൾ ശ്മശാനത്തിൽ അവിടെ വസിക്കാനായിട്ട് അനുവാദമുള്ള ചില മൂർത്തികളുടെ സാന്നിധ്യം എല്ലാം എപ്പോഴും ആ പ്രോപ്പർട്ടിയിൽ ഉണ്ടാവും, അവിടെ ഉണ്ടാവും. അതാണ് ഈ ജ്യോതിഷത്തിലൊക്കെ ശ്മശാന ഭൂമിയാണ് പറയുന്നത്. ഇപ്പൊ പല ആൾക്കാരും ഭൂമി ശുദ്ധി വരുത്താൻ പറയും. ഭൂമി ശുദ്ധി വരുത്താൻ പറയുന്നത് അതിന് പരിഹാരം എന്താ വെച്ചാല് ഭൂമി ഉഴണം. ശരിക്കും കാള തന്നെ ഉഴണം എന്നാണ്. ഇപ്പം കാളയൊന്നും ഇല്ല, ട്രില്ലറാണല്ലോ പതിവ്. ട്രില്ലറിന് ഉഴുതിട്ട് നവധാന്യം മുളപ്പിക്കണം. മുളപ്പിച്ചത് കതിരിടുന്നവരെ വെയിറ്റ് ചെയ്യണം. അത് കുറച്ചാൾ നിൽക്കണം. അത് കതിരിട്ട് കഴിഞ്ഞാൽ പശുവിനെ വിട്ട് തീറ്റിക്കണം. അതാണ് അതിന്റെ പരിഹാരം. ഈ കാലങ്ങളായിട്ട് ശ്മശാന സാധന നടക്കുന്ന ഇപ്പൊ കാശിയിലെ പോലെ സ്ഥലങ്ങള്, അവിടെ പലരും പറഞ്ഞിട്ടുണ്ട് പല പ്രത്യേകതയുള്ള അനുഭവങ്ങൾ ഉണ്ടാവാറുണ്ട്. അവർക്ക് പറഞ്ഞറിയിക്കാനാവാത്ത ആനന്ദം ഉണ്ടാവുന്ന തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങയുടെ അനുഭവത്തിൽ അങ്ങനെ എന്തെങ്കിലും പറയാനായിട്ട് സാധിക്കുമോ? എനിക്ക് അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഒരു കണ്ടതായിട്ടൊരു കാഴ്ചയൊന്നും ഉണ്ടായിട്ടില്ല. എനിക്ക് മനസ്സടങ്ങുകയാണ് ചെയ്തിട്ടുള്ളത്. സത്യം പറഞ്ഞാൽ നമുക്ക് വേറെ പുറത്തെവിടെയെങ്കിലും ഇരിക്കുന്നതിനേക്കാളും ആനന്ദം അവിടെ ശ്മശാനത്തിൽ ഇരിക്കുമ്പോഴാണ് ഉണ്ടായത്. എനിക്ക് ഒന്നാമത് ഈ ഒരു വിഷയത്തിൽ ഭയമില്ല. അല്ലെങ്കിൽ ഞാൻ കണ്ടച്ചിരിക്കുമ്പോൾ എന്നെ പുറയുന്ന പല്ലും വാലും ഉള്ള ഒരു സാധനം വന്ന് എന്നെ കഴുത്തേ കടിക്കുന്ന ഒരു പേടി എനിക്കില്ല. അല്ല വന്ന് തൊട്ട് തോണ്ടി വിളിക്കുന്നു, അങ്ങനെ ഒരു പേടി എനിക്കില്ല. ആ പേടി എനിക്ക് പണ്ടേ പോയിട്ടുണ്ട്. ശ്മശാനവുമായി ബന്ധപ്പെട്ട് നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്താൽ ഭയക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. എന്തെങ്കിലും വല്ല കള്ളന്മാരോ കൊള്ളക്കാരോ ഒക്കെ നമ്മൾ കണ്ടടിച്ചിരിക്കുമ്പോൾ അവന്മാരും വല്ലതും ഒന്ന് തലക്കിട്ടടിച്ച് വല്ല കഞ്ചാവോ MDMA ഒക്കെ വന്നാലേ ഉള്ളൂ. അല്ലാതെ അവിടെയുള്ള അങ്ങനെയുള്ള ഭയമൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ നല്ല രസകരമായ അനുഭവങ്ങൾ ഈ മുക്തി നമുക്ക് മൂന്നാമത്തെ ഘട്ടത്തിലുള്ള സാധനം ഞാൻ കൂടുതൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൽ നമുക്ക് മുക്തിയെ കൊടുക്കാനൊക്കെ പറ്റും. നമ്മളത് ഒരു നിവേദനം പോലെയൊക്കെ പലരുടെയും അപേക്ഷകളൊക്കെ വരും. എനിക്ക് മാത്രമൊന്നുമല്ല, അതൊക്കെ പല മാന്ത്രികർക്കും അറിയാം. അതൊക്കെ മുക്തി കൊടുക്കേണ്ട സാഹചര്യങ്ങൾ വരും. മനസ്സ് വല്ലാണ്ട് പതറിപ്പോകുന്ന ചില അനുഭവങ്ങൾ നമുക്ക് ഈ ലൈവിലിരിക്കുമ്പോൾ നമുക്ക്, അതായത് ജീവിതത്തിൽ നമുക്ക് ഉണ്ടാവും. ഇപ്പം ഉദാഹരണം പറഞ്ഞാൽ കുട്ടിയെ കൊന്നു, ശ്വാസം മുട്ടിച്ചു കൊന്നു, ബക്കറ്റ് പിടിച്ചു, ഇങ്ങനെയൊക്കെയുള്ള ഈ കേസൊക്കെ നമ്മൾ മനസ്സിനെ അങ്ങ് മതിച്ചു കളയും. ചിലപ്പോൾ നമുക്ക് ഉണ്ണാനും ഉറങ്ങാനും പറ്റാത്ത സാഹചര്യവും വല്ലാത്തൊരു മാനസിക പ്രശ്നങ്ങളിലൂടെ നമ്മൾ കടന്നു പോകും. സാധാരണ മനുഷ്യനാണല്ലോ എല്ലാവരും, നമ്മൾ ഒരേപോലെ തന്നെ മജ്ജയും മാംസവും എല്ലാം ഉള്ള ആളുകളാണ്. അപ്പോൾ ഈ സാധകരെ സംബന്ധിച്ച് പൊതുവെ മനസ്സിനടക്കം കൂടുതലുള്ള ആൾക്കാർക്കുള്ള പ്രശ്നം കൂടെ എന്താണെന്ന് അറിയാമോ? ഇമോഷണലി ഭയങ്കരമായിട്ട് പെട്ടെന്ന് അറ്റാക്ക് ചെയ്യാൻ പറ്റും. മനസ്സിന് നല്ല അടക്കം ഉണ്ടാവും, പക്ഷെ എന്നാലും ഒരാൾ കരഞ്ഞാൽ പെട്ടെന്ന് ഇതാവും. അപ്പൊ ഈ അവിടെ ഉള്ള ആത്മാക്കള്, അപ്പൊ അവരുടെ ആ പ്രസൻസ് നമുക്ക് ഉണ്ടാവും. പിന്നെ നമുക്ക് അവർക്ക് മുക്തിയെ കൊടുക്കേണ്ട അവസ്ഥ വരും. അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഈ പല സ്ഥലങ്ങളിലും ദുരാത്മാക്കൾ ഉണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പൊ അത്തരം ആത്മാക്കളുമായിട്ട് നമുക്ക് ഒരു എൻകൗണ്ടർ ഉണ്ടായാൽ നമുക്ക് അവിടെ എന്തൊക്കെ തരത്തിലുള്ള കവചങ്ങളും കാര്യങ്ങളും ചെയ്യാൻ പറ്റും? ഒന്നാമത്തെ വിഷയം എന്ന് പറഞ്ഞാൽ ഈ ദുരാത്മാവ് എന്നൊരു സംഗതി ഇല്ല. ആത്മാവ് എന്ന് പറയുന്ന സാധനത്തിന്, ആത്മാവിന് ഒരു തരത്തിലുള്ള കർമ്മങ്ങളും ആത്മാവുമായിട്ട് അറ്റാച്ച്ഡ് അല്ല. ആത്മാവ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പൊ ഇവിടെ ഈ ലൈറ്റ് നിൽക്കുകയല്ലേ, ഈ വെളിച്ചം ഇവിടെ നിൽക്കുകയാണ്. ഇവിടെ ഇരുന്ന് നമ്മൾ ഈ ആത്മീയ കാര്യങ്ങൾ സംസാരിച്ചു എന്ന് വെക്കുക. അത് നമുക്ക് നമ്മുടെ രണ്ടുപേരുടെയും ഇവിടെ കേട്ടോണ്ടിരുന്നവരുടെ എല്ലാം ജീവിതത്തിൽ അതൊരു ഉത്കർഷയ്ക്ക് കാരണമായി. നമ്മളിവിടെ ഇരുന്നുകൊണ്ട് കള്ളക്കടത്ത് നടത്തുന്നതിനെ പറ്റി സംസാരിച്ചു. നാളെ നമ്മൾ കള്ളക്കടത്ത് നടത്തി നമ്മളെ പോലീസും പിടിച്ചു. ഈ ലൈറ്റിന് എന്തെങ്കിലും അറ്റാച്ച്മെന്റ് ഉണ്ടോ? രണ്ട് വിഷയത്തിലും ലൈറ്റിന് അതുപോലെയാണ് ആത്മാവിന്റെ അവസ്ഥ. ആത്മാവെന്ന് പറഞ്ഞാൽ സാക്ഷിയായിട്ട് നിൽക്കുകയുള്ളൂ. മരണത്തോടുകൂടി ശരീരം വീഴുന്നതോട് കൂടിയിട്ട് ആത്മാവ് അതിന്റെ വഴിക്ക് എവിടെ നിന്നൊന്നും അങ്ങോട്ടേക്ക് ഒരു ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡിന്റെ അത്ര പോലും എടുക്കാതെ അത് പോകും. പിന്നെ ഉള്ളതെന്ന് ചിത്തമാണ്. മനസ്സും ബുദ്ധിയും കൂടുന്ന ചിത്തമാണ് ഈ നിലനിൽക്കുന്നതും ഈ പറഞ്ഞ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നതൊക്കെ ചിത്തത്തെ കൊണ്ടാണ്. ചിത്തമാണ് ഈ കുഴപ്പം മുഴുവൻ ഉണ്ടാക്കുന്നത്. ചിത്തത്തിന്റെ സൂക്ഷ്മമായൊരംശം
നമ്മൾ ചിത്തം ശുദ്ധീകരിക്കുമ്പോൾ, ചിത്തത്തെ സ്ഫുടം ചെയ്യുമ്പോൾ അതിസൂക്ഷ്മമായ അംശം വരും. ആത്മാവിനോളം സൂക്ഷ്മമല്ല, എന്നാൽ അടുത്ത സൂക്ഷ്മമാണ്. അപ്പൊ അത് മാത്രം, ആ സൂക്ഷ്മമായ ഭാഗം മാത്രം ആ അടുത്ത ആത്മാവ് എടുക്കുന്ന അടുത്ത ജന്മത്തിലേക്ക് പോകുമ്പോൾ ഇതുകൂടെ അതിൻ്റെ കൂടെ പോകും. അതുകൊണ്ടാണ് പൂർവ്വജന്മ സ്മൃതി ഉണ്ടാവുന്നതും പൂർവ്വജന്മ കർമ്മപ്രാരാബ്ദങ്ങൾ ബാധിക്കുന്നതും. കണക്ക് ആത്മാവിനെ ബാധിക്കില്ലെങ്കിലും ചിത്തത്തെ ബാധിക്കും. ചിത്തം അടുത്ത അല്ലെങ്കിൽ ആത്മാവ് അടുത്ത ദേഹം എടുക്കുമ്പോൾ ആ ദേഹത്തോട് ഈ ചിത്ത അറ്റാച്ച്ഡ് ആവും. ചിത്തശുദ്ധി വരുത്തിയാൽ മാത്രമേ അതിൽ നമുക്ക് രക്ഷപ്പെടാൻ. അതാണ് ചിത്തശുദ്ധി വരുത്താൻ പറയുന്നത്. എന്ത് ചെയ്താലും ജീവനോടെ ഇരിക്കുമ്പോൾ ചിത്തശുദ്ധി വന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു പ്രശ്നം അവിടെ ഉണ്ടാവുന്നില്ല. ഇപ്പൊ ജീവിച്ചിരിക്കുന്ന കാലത്ത് ചിത്തം ശൂന്യതയിൽ ഉറച്ചു പോയാൽ അയാൾ യോഗീശ്വരനാണ്. അയാൾ മരിക്കുന്നതോട് കൂടിയിട്ട് അയാളുടെ ചിത്തം ശൂന്യതയിലേക്ക് ലയിക്കുകയാണ്. പിന്നെ പ്രത്യേകിച്ച് അവിടെ ഒരു ചോദ്യം ഇല്ല, എങ്ങോട്ട് പോയി എന്നൊരു ചോദ്യം വരുന്നില്ല. ചിത്തം ഗുരുവായൂരപ്പനിൽ ഉറച്ചാൽ ഗുരുവായൂരപ്പനിൽ പോയി ലയിക്കും. ചിത്തം സ്വത്തിലും പണത്തിലും അതിലും എല്ലാം വണ്ടിയിലും ഒക്കെയാണ് നടക്കുന്നത്. ഈ മരണത്തോടുകൂടി ഇവർക്ക് ബാധയായിട്ട് മാറും. ചിത്തം കുട്ടികളിലേക്കാണ് നിൽക്കുന്നതെങ്കിൽ ആ കുട്ടികൾക്ക് അറ്റാച്ച്മെന്റ് ആയിട്ടാണ് കുട്ടികൾ പിന്നെ പിതൃബലിയിട്ട് ഒഴിവാക്കണം, സ്വന്തം മക്കളിലേക്ക്. അതുകൊണ്ടാണ് കുട്ടികൾ ബലിയിടേണ്ടി വരുന്നത്. അറ്റാച്ച്മെന്റ് നിൽക്കുകയല്ലേ. തിരുമേനി, നമ്മുടെ പല മഹാക്ഷേത്രങ്ങളുടെയും അടിസ്ഥാനം ഒരു സമാധി ആയിരിക്കും, ഒരു സിദ്ധന്റെ ഒരു സമാധി ആയിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെയും ശരിക്ക് അദ്ദേഹം മരണപ്പെടുക വഴി അതൊരു സമാധിയാവുക വഴി അതൊരു ശ്മശാന തുല്യമായ സ്ഥലം ആണെന്ന് പറയാൻ സാധിക്കുമോ? ഇല്ല. ഇല്ല. ഇതിനകത്ത് എന്താ വെച്ചാൽ ഈ ധനഞ്ജയൻ എന്ന് പറയുന്ന പ്രാണനില്ലേ, ധനഞ്ജയൻ എന്ന് പറയുന്ന പ്രാണൻ പുറത്തു വരുമ്പോൾ മാത്രമേ ഈ പറയുന്ന പുലവാലായ്മ ശുദ്ധാശുദ്ധങ്ങൾ ബാധിക്കുന്നുള്ളൂ. ധനഞ്ജയനെ അടക്കുകയാണ് ചെയ്യുന്നത് സമാധിയാവുമ്പോൾ. അതായത് 10 പ്രാണന്മാരെയും ഒരു പ്രാണനിലേക്ക് ലയിപ്പിക്കുകയാണ്. അതായത് 9 പ്രാണന്മാരും ധനഞ്ജയനിലേക്ക് അടങ്ങുകയാണ്. ധനഞ്ജയൻ അയാളിലേക്ക് ഇരിക്കുകയാണ്, അയാളുമായിട്ട് അടങ്ങുകയാണ്. അപ്പൊ അവിടെ പ്രത്യേകിച്ച് ഒരു തരത്തിലുള്ള അറ്റാച്ച്മെന്റും ഡിറ്റാച്ച്മെന്റും ഒന്നും ഉണ്ടാകുന്നില്ല. അപ്പൊ അവിടെ അതുകൊണ്ട് തന്നെ അതിന് സമാധിക്ക് സാധാരണ മരണം പോലെ അല്ല കണക്കാക്കേണ്ടത്. നമ്മൾ ഷടാധാരമായിട്ട് ക്ഷേത്രം കെട്ടിക്കൊണ്ടുവരുമല്ലോ. ആധാരശില മുതൽ നിധികുംഭം മുതൽ മുകളിലേക്കുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ വെക്കും. അത് നമ്മളെ മൂലാധാരം മുതലുള്ള സഹസ്രാരം വരെയുള്ള ചക്രങ്ങളെയാണ് ഈ വെച്ചിരിക്കുന്നത്. മനസ്സിലായി. ഒരു യോഗിയെ അതുപോലെ തന്നെ സമാധി ഇരുത്തിയ സ്ഥലം എന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ ഷടാധാരത്തിന്റെ ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ അതാണ് ഷടാധാരം. ഇപ്പൊ ഈ സിദ്ധന്മാര്, യോഗീശ്വരന്മാര്, സ്വാമിയാർമാരൊക്കെ സമാധിയായാൽ ശരിക്കും സമാധി ഇരുത്തേണ്ടത് മണ്ഡപത്തിനും ശ്രീലത്തിന്റെ ഇടയ്ക്കാണ്. ഇന്ന് പറ്റുമോ? ഇന്ന് എളുപ്പമല്ല. ആശ്രമം വക ക്ഷേത്രങ്ങളിലൊക്കെ സാധിച്ചേക്കും, അല്ലാത്തടത്തൊന്നും ഇനി പറ്റില്ല. അല്ല, നമ്മുടെ പ്രസിദ്ധമായ ഇപ്പൊ പത്മനാഭസ്വാമി ക്ഷേത്രം അല്ലെങ്കിൽ തിരുപ്പതി, ഇതൊക്കെ ഓരോ സിദ്ധന്മാരുടെ സമാധി സ്ഥലങ്ങളാണ്. സമാധികളാണ്, സമാധി ക്ഷേത്രങ്ങളാണ് വലിയ ക്ഷേത്രങ്ങളായിട്ട് പിന്നീട് മാറുന്നത്. അത്രയും വലിയ ഊർജം അവിടെ വേണ്ടേ? മനസ്സിലായി. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് സമാധി ക്ഷേത്രങ്ങളെ ഈ ആദ്യം സ്വയംഭൂവാണ്, സ്വയംഭൂ കഴിഞ്ഞാണ് സമാധി ക്ഷേത്രങ്ങൾ, സമാധി കഴിഞ്ഞാണ് ഷടാധാരമായിട്ട് ഞങ്ങളൊക്കെ പ്രതിഷ്ഠിച്ച സ്ഥലങ്ങൾ വരുന്നത്. പ്രാണപ്രതിഷ്ഠ. ഈ ശ്മശാന സാധനയുമായി ബന്ധപ്പെട്ട് ധാരാളം വിദേശികളും മറ്റും ആകർഷകരായിട്ട് നമ്മുടെ നാട്ടിലേക്ക് വരികയും ഇവരുടെ ഇടയിൽ കുറെ തെറ്റായ ആൾക്കാരുടെ പ്രവർത്തനങ്ങൾ നടക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. എങ്ങനെ നമുക്ക് ഇവരെ ഒന്ന് വാൺ ചെയ്യാൻ പറ്റും? അതായത് തെറ്റായ ആൾക്കാരുണ്ട് ഇതിനകത്ത്, ഇത് യൂട്ടിലൈസ് ചെയ്യുന്ന തെറ്റായ തരത്തിൽ അവരെ നമുക്ക് എങ്ങനെ ഒന്ന് അറിയിക്കാൻ പറ്റും ഇത് ശരിയായ സാധനയുടെ പാതയിലേക്ക് വരേണ്ടത് എങ്ങനെയാണെന്ന്? ഇപ്പൊ അങ്ങ് പറഞ്ഞു 3 ഘട്ടങ്ങൾ. അപ്പൊ അതൊരു ശരിയായ ഗുരുനാഥനെ കണ്ടാലാണല്ലോ നടക്കുക. പക്ഷെ പലരും അങ്ങനെ അല്ലാതെ ചുമ്മാ നെറ്റിൽ കണ്ടിട്ടൊക്കെ വരുന്ന പോലത്തെ ആൾക്കാരുണ്ട്. കാശിയുമായിട്ട് ബന്ധപ്പെട്ട് ഗംഗയുടെ ഹാർട്സുമായിട്ട് ബന്ധപ്പെട്ടാണ് ധാരാളമായിട്ട് കണ്ടിട്ടുള്ളത്. ഇങ്ങനെ നമുക്ക് അവരെ ഒന്ന് എഡ്യൂക്കേറ്റ് ചെയ്യാൻ പറ്റും. ഇത് ഞാൻ പറഞ്ഞല്ലോ, ആളുകൾക്ക് ഓരോ അനുഭവങ്ങൾ ഓരോരുത്തർക്ക് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അവരുടെ കർമ്മവും പഴയ പൂർവ്വജന്മ വാസനകളും അനുസരിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്. അതനുസരിച്ച് ആളുകൾ ഇങ്ങനെ വരുന്നുണ്ട്. ഓരോരുത്തരും ഓരോ കുഴപ്പങ്ങൾ ഇപ്പൊ പെടുന്നുണ്ട്, കുഴപ്പങ്ങളിൽ പെടാതെയും കുറെ പേര് പോകുന്നുണ്ട്. ഇതൊക്കെ അവരുടെ കർമ്മഫലമാണെന്ന് മാത്രമേ നമുക്ക് പറയാൻ നിവൃത്തിയുള്ളൂ. നമുക്ക് വാൺ ചെയ്യാൻ പറ്റില്ല. അവര് എത്ര നമ്മൾ വാൺ ചെയ്താലും അവർ കുഴി ചാടേണ്ട ആളാണ്, ചാടിയിരിക്കും. അതിനകത്ത് നമുക്ക് ആ രക്ഷപ്പെടേണ്ടതാണ്, ആ കുഴിയിൽ നിന്ന് തന്നെ രക്ഷപ്പെടുകയും ചെയ്യും. ഇല്ലെങ്കിൽ ഇനി എത്രയോ ജന്മാന്തരങ്ങളായിട്ട് ഇങ്ങനെ വരേണ്ടതാണ്. അപ്പോൾ സാധന എന്ന് പറയുന്നത് ഈ ജന്മത്തിൽ തന്നെ തീർത്തോണം എന്നൊന്നും നിർബന്ധമില്ല. ഇപ്പം ചില ആൾക്കാർ എന്നോട് ചോദിച്ച ചോദ്യങ്ങളുണ്ട്. ഈ പരദേവതാ വിഷയം, കുടുംബദേവത അല്ലെങ്കിൽ സർപ്പങ്ങൾ, ഇങ്ങനെയുള്ള വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കുഴപ്പങ്ങൾ ഞങ്ങളെന്താണ് അനുഭവിക്കുന്നത്? ഞങ്ങളുടെ തൊട്ടപ്പുറത്തെ വല്യച്ഛന്റെ മോന് ഇതില്ലെന്നേ. എന്റെ തൊട്ടപ്പുറത്തെ വീട്ടിലെ ജോർജേട്ടന്റെ മോനും ഇതില്ല. ആ പ്രോപ്പർട്ടി ഇതിനു മുമ്പ് താമസിച്ചിരുന്ന സുലൈമാന്റെ മക്കൾക്കില്ല. ഞങ്ങളൊക്കെ എന്താണ് ഈ അനുഭവം വരുന്നത്? ഇല്ലേ? റെലവന്റ് ആയിട്ടുള്ള ചോദ്യമാണ്. എന്താ വെച്ചാൽ ഈ ഒരു ശുദ്ധീകരണ പ്രോസസ്സിലൂടെ ഈ ആത്മാവിന്റെ ഈ അവസാനത്തെ ഏതാണ്ട് ജന്മങ്ങൾ കഴിച്ചിലാക്കുകയാണ്. ഈ തീരുന്ന പ്രോസസ്സിലൂടെ കടന്നു പോകേണ്ടി വരുന്നവർക്ക് മാത്രമേ ഈ പ്രശ്നം വരുള്ളൂ. അവരിതിനെല്ലാം പരിഗണിച്ചിട്ടേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അല്ലാത്തൊരു ഹനുമാൻ പീരീഡിൽ കൂടെ പോവാണ്. അവർക്ക് ഇനി സമയം തുടങ്ങിയിട്ടേ ഉള്ളൂ. അവർക്ക് ഇനി സമയം കിടക്കാണ്.
നമുക്ക് ചുറ്റും കാണുന്ന ചുറ്റും കാണുന്ന ആളുകൾ നമ്മളെക്കാൾ പ്രായമുള്ളവർ പലരും ഈ എടുത്ത ജന്മങ്ങളുടെ കണക്ക് വെച്ച് നോക്കിയാൽ വളരെ പുറകെ നിൽക്കുന്ന LKG കുട്ടികളാണ്. അതിനേക്കാൾ ഒരുപാട് വലിയ ആളുകൾ നമുക്ക് ചുറ്റും വരുന്നുണ്ട്. മനസ്സിലായി. അപ്പൊ അവരെടുക്കുന്ന അവർക്ക് എഫേർട്ട് കൂടുതലും, അവരിങ്ങനെയുള്ളതിന്റെ പിന്നാലെ പോകണം, ഇതെല്ലാം ചെയ്യണം, ഈ പ്രാരാബ്ദങ്ങളൊക്കെ തീർക്കണം, കടം വെക്കാതെ പോകണം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇവർ ചെയ്യേണ്ടി വരുന്നത് ഇത് തീരാറായി. അതാണ് മനസ്സിലായി. വീണ്ടും വീണ്ടും ജനിക്കുന്ന ആ പ്രോസസ്സ് മാറി മുക്തിയിലേക്ക് പോകാറായി. ഇനി അധികം ജന്മങ്ങൾ എടുക്കാൻ പറ്റില്ല. മറ്റവർക്ക് അങ്ങനെയല്ല. മറ്റവർക്ക് ഇനി സമയം കിടക്കാണ്, അവർ ഇനി പോയിട്ട് വരണം. അപ്പം ഒരു കാളി സാധന ചെയ്തിട്ട് ഒരാള് വേലക്കാരനെ കൊണ്ട് പോയി. സ്റ്റോറി ഉണ്ട്. ശ്മശാന സാധനയ്ക്ക് വേണ്ടി പോയിട്ട് ഒറ്റക്കാലിൽ നിന്ന് നിൽക്കുകയാണ്. അപ്പം ഇവനോട് പറഞ്ഞ് മരത്തിന്റെ മുകളിൽ കയറിയിരുന്നു, പേടിക്കൊന്നും ചെയ്തിരുന്നു. പെട്ടെന്നൊരു വലിയ കടുവ ചാടി വീണു, ഇയാളെ കടിച്ചു, അയാള് മരിച്ചുപോയി. എന്നിട്ട് അത് ആ കടുവ പെട്ടെന്ന് ഭഗവതിയായിട്ട് മാറിയിട്ട് ആ മുകളിലിരുന്ന ആളെ അനുഗ്രഹിക്കുന്നത്, മുക്തി കൊടുക്കുന്നത്. അപ്പം എനിക്കെന്താ അയാളല്ലേ ചെയ്തത്, അയാൾ തുടങ്ങിയിട്ടേ ഉള്ളൂ, നീന്റെ തീരാറായിട്ടിരിക്കുക, നിനക്കിതൂടെ ഉള്ളൂ മനസ്സിലായി എന്ന് പറഞ്ഞു. അപ്പം അതിങ്ങനെ കിടക്കാണ് ഒരു പ്രോസസ്സ് പോലെ. അപ്പൊ ഇതുകൊണ്ട് ആൾക്കാർ ചോദിക്കുന്നുണ്ട്, ഇതുകൊണ്ട് നിങ്ങൾക്ക് രോഗം വരാതിരിക്കോ, ഇതുകൊണ്ട് നിങ്ങൾക്ക് എന്താ പറയാ കേസും കൂട്ടവും വരാതിരിക്കോ, നിങ്ങൾക്ക് ഇതുകൊണ്ട് പ്രശ്നങ്ങൾ മുഴുവൻ മാറിക്കോളുവോ? ഒരു ഗ്യാരണ്ടി ഇല്ല. നോക്ക്, സാധന എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വേണേ സൗകര്യം കൊണ്ട് ചെയ്താൽ മതി. ഇവിടെ ആരും നിങ്ങളെ പിടിച്ചോണ്ട് പോയി സാധന ചെയ്യണമെന്ന് പറഞ്ഞില്ല, നിർബന്ധിച്ച്. സാധന ചെയ്യാത്തവന്മാരുടെ എല്ലാം റേഷൻ വെട്ടി കുറയ്ക്കുന്നു പറഞ്ഞ് ഇവിടെ നിയമമൊന്നുമില്ല. മനസ്സിലായി. നിങ്ങൾക്ക് നിങ്ങളുടെ ജോലി ചെയ്ത് വേണമെങ്കിൽ ജീവിക്കാം, ബിസിനസ് ചെയ്ത് ജീവിക്കാം. ഇത് എല്ലാ സ്വാതന്ത്ര്യവും ഉള്ള ഒരു നാടാണ് ഇവിടെ. ഇവിടെ കുറുതൊട്ട് നടക്കണമെന്നോ സാധന ചെയ്യണമെന്നോ ജപിക്കണമെന്നോ ഒന്നും ഇവിടെ ആർക്കും ഇംപ്ലിമെന്റ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ചെയ്യുന്ന ആൾക്കാരെ അവരുടെ വഴിക്ക് വിടുക, ചെയ്യാത്തവർ അവരുടെ വഴിക്ക് പോവുക. അത്രേ ഉള്ളൂ ഇത്.